പലപ്പോഴും ഡെസ്ക് ജോലികൾ ഇന്നത്തെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയതോട് കൂടിയിട്ട് പല ആളുകളും അനക്കമില്ലാത്ത ഒരു ജീവിതശൈലിയിലേക്ക് ചുരുങ്ങിപ്പോയി. നമ്മളിലെ ഭൂരിഭാഗം ആളുകളും ജോലി സ്ഥലത്ത് മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിരിക്കുകയും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം എഴുന്നേൽക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇത് ശാരീരികവും അതേപോലെ തന്നെ മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. ദീർഘനേരം ഒരേ ഇരിപ്പ് ഇരിക്കുമ്പോൾ പേശികൾ വലിഞ്ഞു മുറുകുകയും അതേപോലെ തന്നെ അതങ്ങനെ മുറുകാനും നട്ടെല്ലിന് കടുപ്പം അനുഭവപ്പെടാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല മാനസിക തളർച്ച ഉണ്ടാകും എന്നുള്ളതും ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതിനെ പറ്റിയിട്ട് എഴുത്തുകാരനും അതേപോലെ തന്നെ ഹിമാലയൻ സിദ്ധനുമായിട്ടുള്ള അക്ഷർ പറയുന്നുണ്ട്. ഈ പ്രക്രിയ എന്ന് പറയുന്നത് പ്രായമാകുന്നതിന് മുൻപ് തന്നെ പ്രായക്കൂടുതൽ തോന്നിക്കാനുള്ള ഒരു കാരണമായിട്ട് മാറുമെന്നുള്ളതാണ്. പ്രായമാകുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണെങ്കിലും നമ്മുടെ ജീവിതശൈലി അതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബോധപൂർവമായിട്ടുള്ള ചലനങ്ങളിലൂടെയും അതേപോലെ തന്നെ ശ്രദ്ധയിലൂടെയും ഒക്കെ തന്നെ ശരീരത്തിൻ്റെ വഴക്കവും ശരിയായിട്ടുള്ളൊരു ഭാവവും നിലനിർത്താൻ യോഗ സഹായിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇത്തരത്തിൽ ഡെസ്ക് ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു യോഗാഭ്യാസമാണ് സിദ്ധ വാക്ക് എന്നത്. ഇതിനെ ഫിംഗർ 8 വാക്ക് എന്നും അതേപോലെ തന്നെ ഇൻഫിനിറ്റി വാക്ക് എന്നും വിളിക്കാറുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല മനസ്സിൻ്റെ ഏകാഗ്രതയും ശരീരത്തിൻ്റെ ചലനങ്ങളും ഒരേ സമയം കോർത്തിണക്കിക്കൊണ്ട് ചെയ്യാവുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു വ്യായാമമാണിത്. ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് 8 എന്ന അക്കത്തിൻ്റെ ആകൃതിയിൽ സാവധാനം നടക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. ഒരു വട്ടത്തിൽ നിന്ന് അടുത്ത വട്ടത്തിലേക്ക് കൃത്യമായിട്ടുള്ള ശ്വാസോച്ഛ്വാസത്തോടു കൂടി വേണം നടക്കാൻ. തലയും നട്ടെല്ലും ശരീരവും അയച്ചുവിട്ട് ശ്വാസത്തിലും ചലനത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ്. ദിവസവും ഒരു 10 മുതൽ 21 മിനിറ്റ് വരെ ഇത് ചെയ്യുന്നത് ഏറെ ഫലം ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ സന്ധികൾക്ക് അമിതമായിട്ടുള്ള ഭാരം നൽകാതെ തന്നെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും ഉണർവ് നൽകാൻ സിദ്ധവാക്കിന് സാധിക്കുമെന്നുള്ളതാണ്. ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ ദഹന പ്രക്രിയ സുഗമമാക്കാനും മാത്രമല്ല ശരീരത്തിൻ്റെ സന്തുലനാവസ്ഥ നിലനിർത്താനും സഹായിക്കുന്നു എന്നുള്ളതാണ്. ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരുടെ ശരീരത്തിലെ പിരിമുറുക്കം കുറയ്ക്കാനും മനസ്സിന് ശാന്തതയും ഏകാഗ്രതയും നൽകാനും ഈ രീതിയിലുള്ളൊരു നടത്തം വളരെയധികം സഹായിക്കുമെന്നാണ്. അതുപോലെ തന്നെയാണ് നടക്കുമ്പോൾ തുടർച്ചയായിട്ട് ദിശ മാറുന്നത് കാരണം കടിപ്രദേശം, ഇടുപ്പ്, വയറ് എന്നിവയിലെ പേശികൾക്ക് നല്ല വ്യായാമം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല കമ്പ്യൂട്ടറിന് മുന്നിൽ മണിക്കൂറുകളോളം ഇരിക്കുന്നവർക്ക് ഇത് ഏറെ ഫലപ്രദവുമാണ്. ഇത് പതിവായി ചെയ്യുന്നത് വഴി ശരീരത്തിന് പുതിയൊരു ഊർജവും അതുപോലെ തന്നെ ഉന്മേഷവും മാനസികമായിട്ടുള്ള ഒരു വ്യക്തതയും ലഭിക്കുമെന്നുള്ളത്. അതുപോലെ തന്നെ ഈ സിദ്ധവാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സുരക്ഷിതവും അതേപോലെ തന്നെ തുറസായിട്ടുള്ള ഒരു സ്ഥലങ്ങളിൽ വേണം ഇത് പരിശീലിക്കാൻ എന്നുള്ളതാണ്. സുഖപ്രദമായിട്ടുള്ള പാദരക്ഷകളോ അല്ലെങ്കിൽ അടിഭാഗം കട്ടിയില്ലാത്ത ചെരുപ്പുകളോ ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ശരീരം വലിഞ്ഞു മുറുകാതെ തികച്ചും സ്വാഭാവികമായിട്ടുള്ള ശ്വാസോച്ഛ്വാസത്തോടു കൂടിയിട്ട് വേണം നടക്കാൻ. അതിവേഗത്തിൽ നടക്കാൻ ശ്രമിക്കരുത്. വേഗതയേക്കാൾ പ്രധാനം കൃത്യമായിട്ടുള്ള ശ്രദ്ധയോടെയും അതേപോലെ തന്നെ സ്ഥിരതയോടെയും ചെയ്യുക എന്നതിനാണ്.